പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് എ 2 particle സിസ്റ്റം ആണെങ്കിൽ m1r1 പ്ലസ് m2r2 RCM-നും R1 ഒക്കെ ഞാൻ വെക്ടർ ഇടുന്നത് അത് വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ്, അതായത് ആരോ മാർക്ക് ഇടുന്നത് ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അല്ലേ. 3 particle സിസ്റ്റം ആണെങ്കിൽ RCM is equal to m1r1 plus m2r2 divided by അല്ലെങ്കിൽ plus m3r3 divided by എന്ത് m1 plus m2 plus m3. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ for an n particle system ആണെങ്കിലോ the position vector of center of mass for an n particle system, the position vector of center of mass for an n particle system അത് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RCM is equal to m1r1 plus m2r2 plus etc 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 plus mnrn whole divided by ഞാൻ ക്യാപിറ്റൽ എം എഴുതും. അതിൽ ക്യാപിറ്റൽ എം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സം ഓഫ് ഓൾ മാസസ്, അതായത് m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര എക്സെട്ര അപ് ടു mn, ഇതായിരിക്കും ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് സം ഓഫ് ഓൾ മാസസ് ആണ്. അപ്പം this is the formula that we have to remember for position vector of center of mass for a n particle system. Position vector of center of mass for an n particle systemത്തിന്റെ ഫോർമുല എന്താ? പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഫോർ എൻ n particle സിസ്റ്റത്തിന്റെ ഫോർമുല എന്താണ് പറയും? ഫോർമുല എന്താണ്? RCM is equal to y m1r1 plus m2r2 plus etc etc up to etc mnrn whole divided by capital M. What is capital M? Capital M എന്ന് പറയുന്നത് ടോട്ടൽ മാസ്. എന്താണ് ടോട്ടൽ മാസ്? ശരിയല്ലേ? ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലോ? സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യും. സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസും എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യും. ഓരോ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളോട് പറയാണ് ഫസ്റ്റ് സബ്സ്റ്റൻസ് ഒരു v1 വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ട്, സെക്കൻഡ് സബ്സ്റ്റൻസ് ഒരു v2 വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ട്, തേർഡ് സബ്സ്റ്റൻസ് v3 വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ട്, അങ്ങനെ nth സബ്സ്റ്റൻസ് vn വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. വെലോസിറ്റി വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം വിചാരിച്ചു. ഓരോ സബ്സ്റ്റൻസും നീങ്ങുന്ന സമയത്ത് വെലോസിറ്റി വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ എന്നാല് m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര 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 അപ് ടു mn vn ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം ആരാ? ടോട്ടൽ മാസ്. ഇപ്പൊ ഈ ഫോമിൽ എന്തിനാ? പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണോ വെലോസിറ്റി വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണോ? വെലോസിറ്റി വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ. ഇനി ഓരോ സബ്സ്റ്റൻസിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് സങ്കല്പിക്കും. ഓരോ സബ്സ്റ്റൻസിനും ആക്സിലറേഷൻ ഉണ്ട് എന്ന് സങ്കല്പിക്കും. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. ഓരോ സബ്സ്റ്റൻസിനും ആക്സിലറേഷൻ ഉണ്ട്. അങ്ങനെയാണ് ആക്സിലറേഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ m1a1 പ്ലസ് m2a2 പ്ലസ് എക്സെട്ര എക്സെട്ര അപ് ടു mnan ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ആയിരിക്കും. ഇതിപ്പം എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്? എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ആക്സിലറേഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. ആക്സിലറേഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും വെലോസിറ്റി വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും നമ്മൾ മനസ്സിലാക്കിയില്ലേ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് വെറുതെ ഒന്ന് ചെയ്തു നോക്കാം.
അതായത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി മനസ്സിലാക്കാൻ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. അതായത് നമ്മളോട് പറയുന്നത് ഒരു പുള്ളി, ഇങ്ങനെ ഒരു പുള്ളി ഉണ്ട്. ആ പുള്ളി ഒരു മാസ്ലെസ് പുള്ളിയാണ്. അതിന്റെ മാസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതില് ഇങ്ങനെ ഒരു കയറ് പോയിട്ട് ഇവിടെ ഒരു 5 കിലോഗ്രാം മാസും ഇവിടെ ഒരു 10 കിലോഗ്രാം മാസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് what is the acceleration vector of center of mass of this two particle system? What is the acceleration vector of center of mass of a two particle system? മനസ്സിലായോ? എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? Acceleration vector of the center of mass of this two particle system. അപ്പൊ ഇതിലുള്ള രണ്ട് പാർട്ടിക്കിൾ ആരൊക്കെയാ? M1 എന്ന് പറയുന്നതിന് പകരം നമുക്ക് 5 കിലോഗ്രാമിന് എടുക്കാം. M2 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തെടുക്കാം? 10 കിലോഗ്രാം എടുക്കാം. ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് അനങ്ങാതെ നിൽക്കുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും 10 കിലോഗ്രാം എന്ത് ചെയ്യും? 10 കിലോഗ്രാം ഒരു A ആക്സിലറേഷനിൽ താഴോട്ടേക്ക് പോവും. അപ്പൊ 5 കിലോഗ്രാം എന്ത് ചെയ്യും? ഒരു A ആക്സിലറേഷനിൽ മേലോട്ടേക്ക് പോവും. ശരിയല്ലേ? ആണോ? അങ്ങനെയാണ് പുള്ളി പ്രോബ്ലംസ് ചെയ്യാനുള്ള ഐഡിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? പുള്ളി പ്രോബ്ലംസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഫോർമുലയും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? യെസ്. അപ്പം എന്തായിരുന്നു ആ ഫോർമുല? ടോട്ടൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത്? സിഗ്മ എഫ് എക്സ്റ്റേണൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഓർമ്മയുണ്ടോ? യെസ്. സിഗ്മ എഫ് എക്സ്റ്റേണൽ പറയാൻ വേണ്ടിയിട്ട് 10 കിലോഗ്രാം മാസിന്റെ മേലെ 10g ഫോഴ്സ് താഴത്തേക്ക് ഉണ്ടാവും. ജീൻ അപ്രോക്സിമേറ്റ്ലി 10 എന്ന് എടുക്കുകയാണെങ്കിൽ 100 ന്യൂട്ടൺ ഫോഴ്സ് താഴത്തേക്ക് ഉണ്ടാവും എന്ന് പറയാം. ശരിയല്ലേ? അതേപോലെ 5 കിലോഗ്രാമിന്റെ മേലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 5g ഫോഴ്സ് താഴത്തേക്ക് ഉണ്ടാവും. 5g ഫോഴ്സിൽ ജീനെ 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് താഴത്തേക്ക് ഉണ്ടാവും എന്ന് പറയാം. ശരിയല്ലേ? ആക്സിലറേഷന്റെ അതേ ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ പോസിറ്റീവ് എന്നും ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ നെഗറ്റീവ് എന്ന് എടുക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 100 സിഗ്മ എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 100 മൈനസ് 50 ആയിരിക്കും. ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് അതിന് മൈനസ് 50 എന്ന് എടുത്തത്. ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ വെച്ചിട്ടുണ്ടെങ്കിൽ 5 + 10 എത്രയാ? 15 അല്ലേ? അപ്പൊ 50 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. ആണോ? 50 ഡിവൈഡ് ബൈ 15ന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഫോം ഏതാ? 50 ഡിവൈഡ് ബൈ 15 എന്താക്കാം? 50 ഡിവൈഡ് ബൈ 15 എന്താക്കാം? പറയേ. 10/3. എത്ര? 10/3. 10/3 എന്നാക്കാം. അപ്പൊ 10/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിന്റെ ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഈ ഒരു കാര്യത്തിന് നമ്മളുടെ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല m1a1 + m2a2 ഡിവൈഡ് ബൈ mnan ഡിവൈഡ് ബൈ m ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1a1 + m2a2 ഡിവൈഡഡ് ബൈ m1 + m2 എന്ന് എടുത്താൽ മതി. പോരെ? ഇത് രണ്ട് പാർട്ടിക്കിളുള്ള സിസ്റ്റം അല്ലേ? അതുകൊണ്ട് m1a1 + m2a2 ഡിവൈഡ് ബൈ m1 + m2 എന്ന് എടുത്താൽ പോരെ? യെസ്. m1 m2 അറിയാം. a1 എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കിലോഗ്രാം മാസിന്റെ ആക്സിലറേഷൻ. a1 എന്ന് പറയുന്നത് 5 കിലോഗ്രാം മാസിന്റെ ആക്സിലറേഷൻ. അതിനെ ഞാൻ 10/3 എന്ന് പറയും. കാരണം നോക്കി നോക്ക്, ആക്സിലറേഷൻ 10/3 എന്നല്ലേ കിട്ടിയില്ലേ? ആണോ?
A1 എത്രയാ 10/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയാണോ? ശരിയാണോ? A2 എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും 10 കിലോഗ്രാം മാസിന്റെ മേലെ ആക്സിലറേഷൻ, അത് താഴോട്ടേക്കല്ലേ നീങ്ങുന്നത്. താഴോട്ടേക്ക് ആയതുകൊണ്ട് ഞാൻ അതിനെ -10/3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുതും. കാരണം 5 കിലോഗ്രാം മാസിന്റെ ആക്സിലറേഷൻ മുകളിലേക്കാണ്, 10 കിലോഗ്രാം മാസിന്റെ ആക്സിലറേഷൻ അങ്ങോട്ട് താഴോട്ടേക്കാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഒരേ ഡയറക്ഷനിലല്ലല്ലോ, ഒരേ ഡയറക്ഷനിലാണോ? അല്ല, വിപരീത ഡയറക്ഷനിലായതുകൊണ്ട് A1-നെ 10/3 എഴുതി, A2-നെ -10/3 എഴുതി. അങ്ങനെയാണ് ACM എന്ത് കിട്ടും? M1A1 എന്ന് പറഞ്ഞാൽ 5 × 10/3 പ്ലസ് M2A2 10 × -10/3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എത്രയാ? 5 + 10. 5 + 10 എത്രയാ? 15 അല്ലേ? 15. അപ്പം എന്ത് കിട്ടി? നമുക്ക് കിട്ടി 50/3 പ്ലസ് അല്ല -100/3 ഹോൾ ഡിവൈഡഡ് ബൈ 15 അല്ലേ? ആണോ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 50/3 -100/3 എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? 50/3-നെ കോമൺ ആയി പുറത്തെടുത്തിട്ടുണ്ട്. 1 - 2 എന്ന് പറയുന്നത് -1 അല്ലേ? ആണോ? അപ്പൊ -50/3 എന്നല്ലേ ഇതിന്റെ മേലെ കിട്ടുക by 15. അപ്പം -50/3 × 15 ഇങ്ങനെയല്ല ആവുക? ആണോ? എത്രയാണ് കിട്ടുക? What's the answer that you're going to get now? അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സിംപ്ലിഫൈ ചെയ്തിട്ട് പറയും. What's the acceleration of center of mass that you're going to get? -10/9. -10/9 meter per second square. ശരിയാണോ? ശരിയല്ലേ? ഈ -10/9 എന്ന് സൂചിപ്പിക്കുന്നത് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസും താഴോട്ടേക്കായിരിക്കും. എന്നുള്ളത് കൊണ്ടാണ് ഈ -10/9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് മനസ്സിലാവേണ്ടത്. മനസ്സിലായോ? മനസ്സിലായില്ലേ കുട്ടികളെ? യെസ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാന്നാല് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്, വെലോസിറ്റി വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്, ആക്സിലറേഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുലാസും സെന്റർ ഓഫ് മാസ് എന്താന്നുള്ളതും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇല്ലേ? സെന്റർ ഓഫ് മാസ് എന്താന്നുള്ളതൊക്കെ മനസ്സിലാക്കിയില്ലേ? യെസ് ഓർ നോ? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റ് വേർ ദ എൻറ്റയർ മാസ് ഓഫ് സിസ്റ്റം ഇസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ശരിയല്ലേ? ശരിയാണോ? സെന്റർ ഓഫ് മാസ് ഇൻസൈഡ് ആവാം, ഔട്ട്സൈഡ് ആവാം, ഓൺ ദ സർഫസ് ആവാം എന്ന് ഞാൻ പറഞ്ഞു. സെന്റർ ഓഫ് മാസ് വേണമെങ്കിൽ ഇൻസൈഡ് ആവാം, അറ്റ് ദ സെന്റർ ആവാം, ഔട്ട്സൈഡ് ആവാം. സെന്റർ ഓഫ് മാസ് ഔട്ട്സൈഡ് ആവുന്നതിനുള്ള എക്സാമ്പിൾ എന്താ പറയും? എന്ത്? എൽ ഷേപ്ഡ് സ്ട്രക്ചറും സർക്കുലർ റിംഗ് ഒക്കെ അല്ലേ? ആണോ? സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനും വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കാനും ആക്സിലറേഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും അതുവഴിയുള്ള കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തോ? ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇത്ര വരെയാണുള്ളത്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, Okay, sir. കേട്ടോ. Okay, sir. Thank you, sir. Thank you, sir.